നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ ഒരു സൂത്രപ്പണിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിലും അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ. അതുമാതിരി നമുക്ക് അറിയാതെ എണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ തട്ടിപ്പോവാറുണ്ട്, ഓയിലൊക്കെ തട്ടിപ്പോവാറുണ്ട്. ഇത് എത്ര വേഗം നമുക്ക് എടുത്ത് വൃത്തിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിന് വെള്ളമോ സോപ്പോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ഒരേ ഒരു സാധനം മാത്രം മതി, ആട്ടപ്പൊടി, ഗോതമ്പ് പൊടി എന്ന് പറയില്ലേ, ഇത് മാത്രം മതി. ഭയങ്കര ഒരു മാജിക്കായിട്ട് ആ എണ്ണയില്ല ആദ്യവും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ കത്തിക്കുന്ന വിളക്ക്, സ്വാമിക്ക് കത്തിക്കുന്ന വിളക്ക്, നിങ്ങൾക്ക് എന്തൊക്കെ എണ്ണമയം ഉള്ളത് അല്ലെങ്കിൽ ആ ഓയിൽ ഉണ്ടാവുമോ അതൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ ഈ ഒരു സാധനം മാത്രം മതി. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എന്താന്ന്, എങ്ങനെയാണ് എണ്ണ തുടച്ചെടുക്കുക, അല്ലെങ്കിൽ മാജിക്ക് മാതിരി എണ്ണ എങ്ങനെയാണ് പോവാന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ തട്ടിപ്പോയതാണ്. ഇത് കണ്ടോ, എത്രയും ഓയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അറിയാതെ നമുക്ക് തട്ടിപ്പോയതാണ്, ഞാൻ ബൗളിലെടുക്കുമ്പോൾ തട്ടിപ്പോയതാണ്. അതിപ്പോൾ നമുക്ക് എങ്ങനെ തുടച്ചെടുക്കാൻ നോക്കാം. ഇതിന് ഒരു സാധനം മാത്രം വേണം, ഗോതമ്പ് പൊടി. നമുക്കത് ഇട്ട് കൊടുക്കാം. ആ എണ്ണയിലേക്ക് മെഴുക്കിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത്രേ വേണ്ടൂ. ഇത് നമ്മളൊരു വേണ്ടാത്ത തുണിയോ അല്ലെങ്കിൽ പഴയ തുണിയോ എടുത്തിട്ട് നമുക്ക് ഒന്ന് തുടച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ എടുക്കണമെങ്കിൽ എടുക്കാം. ഒന്നും നമ്മുടെ കയ്യിലോ ഒന്നും ഈ എണ്ണ പറ്റില്ല. തട്ടിപ്പോയത് നല്ലോണം തുടച്ചെടുക്കുക, അത്രേ വേണ്ടൂ. ഒരു പഴയ തുണിയിൽ തുടച്ചെടുക്കാം. ഒരു പഴയ തുണി ഇട്ടിട്ട് തുടയ്ക്കണം കേട്ടോ. അങ്ങനെ എടുക്കാം. ഒരു തുള്ളി മെഴുക്ക് അവിടെ ഉണ്ടാവില്ല, നമ്മുടെ മാജിക്ക് മാതിരി പോവും. ഇതിപ്പോൾ ഞാൻ ഒരു പഴയ തുണിയിലാണ് തുടച്ചെടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നല്ല തുണിയിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഒന്നും ഉണ്ടാവില്ല. നമ്മളങ്ങനെ ഒരെണ്ണം പോയേ ഒരു ലെവലേശം കാണില്ല. കണ്ടോ, ഒട്ടുമില്ല. കണ്ടോ മയം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമെന്നില്ല, നേരിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ തീരെ എണ്ണമയമില്ല. ഈ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലൊരു തുണി കൊണ്ട് തുടച്ചെടുക്കാം. അപ്പോൾ നല്ല ക്ലീനായി, സ്ഥലം മുഴുവൻ നല്ല ക്ലീനായി. വെള്ളമോ സോപ്പോ ഒന്നും വേണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.